ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നു, ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നു, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരുന്നു, വെയിറ്റ് ലോസ് വരുന്നു, ഒരു ഹോസ്റ്റലിലോട്ട് മാറുന്നു, അതുപോലെ സ്ട്രെസ് വരുന്ന അതർ കണ്ടീഷൻ എന്ന് വെച്ചാൽ എക്സാംസ് അടുപ്പിച്ച് കുട്ടികൾക്ക് പീരീഡ്സ് റെഗുലർ വരാറുണ്ട്, മാരേജിന് മുമ്പ് എന്തെങ്കിലും സ്ട്രെസ് ആ ഒരു സമയത്തൊക്കെ ഒരു ഇറഗുലാരിറ്റി വരാറുണ്ട്. അതെല്ലാം 1-2 മാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ഇറഗുലാരിറ്റി ആയിട്ട് വരുവാണെങ്കിൽ, അതായത് ഈ 1-2 മാസത്തിന് ശേഷവും പീരീഡ്സ് റെഗുലർ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാതെ ഒരു മാസം ഇപ്പം എക്സാം ആണ്, ആ സമയത്ത് ചിലപ്പം പീരീഡ്സ് നേരത്തെ വരാം അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് വരാം, ഒരു മാസം മാത്രമേ ഉള്ളെങ്കിൽ ഉടനെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രശ്നം പറയുന്നതാണ് ബ്ലീഡിംഗ്, പീരീഡിന്റെ ഡ്യൂറേഷൻ. അതായത് നോർമൽ നമ്മളൊരു പീരീഡ് സമയത്ത് 20 to 80 ml വരെ ആണ് നമ്മൾ സാധാരണ ബ്ലഡ് ലോസ് പറയുന്നത്. 20 ml താഴെ വന്നാലോ അല്ലെങ്കിൽ 80 ml മുകളിൽ വന്നാലോ പീരീഡ്സ് നമ്മൾ ഇറഗുലർ അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് അല്ലെങ്കിൽ സ്കാൻഡി ബ്ലീഡിംഗ് എന്ന് പറയും. അപ്പം ഹെവി ബ്ലീഡിംഗ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സാധാരണ ഒരു 3 to 7 days ആണ് ബ്ലീഡിംഗ് ഉണ്ടാവാറുള്ളത്. പീരീഡ് 7 days കൂടുതൽ നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പാഡ് ചേഞ്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 3 to 4 days അല്ലെങ്കിൽ പാഡ്സ് അല്ലെങ്കിൽ അതിലും കൂടുതൽ പാഡ് ദിവസം യൂസ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ബ്ലഡ് ക്ലോട്ട്സ് ആയിട്ട് പോകുന്നു. അതുപോലെ ബ്ലീഡിംഗ് സമയത്ത് രാത്രി എഴുന്നേറ്റ് പാഡ് ചേഞ്ച് 2-3 പ്രാവശ്യം പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ 1-2 മണിക്കൂറിൽ തന്നെ പാഡ് സോക്ക് ആവുന്നു. ഇതെല്ലാം ഹെവി ബ്ലീഡിങ്ങിന്റെ ലക്ഷണമാകാം. അപ്പൊ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ഡോക്ടറെ കണ്ടിരിക്കണം.